കേരള തീരത്ത് തീപിടിച്ച കപ്പൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒഴുകി നടക്കുന്നതായി നാവികസേന. കപ്പലിലുള്ള 150 കണ്ടെയ്നറുകളിൽ അപകടകരമായ വസ്തുക്കളാണുള്ളത്. സിംഗപ്പൂർ ഷിപ്പിംഗ് അധികൃതർക്ക് വിവരങ്ങൾ കൈമാറി. അപകടത്തിൽ പരിക്കേറ്റവരെ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യത. കാണാതായ 4 കപ്പൽ ജീവനക്കാർക്കായി തെരച്ചിൽ പുരോഗമിക്കുന്നു. അതിന് സൂറത്ത് ഉൾപ്പെടെയുള്ള കപ്പലുകൾ അപകട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അതേസമയം മലിനീകരണ നിയന്ത്രണ ബോർഡ് കടൽവെള്ളം പരിശോധന നടത്തുകയാണ്. ചൈന, ഇന്തോനേഷ്യ, തായ്വാൻ, മ്യാൻമാർ സ്വദേശികളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത്. ബേപ്പൂരിൽ നിന്നും 144 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ഇന്ന് രാവിലെ 9:30 ഉഗ്രസ്ഫോടന ശബ്ദത്തോടെ കപ്പലിൽ പൊട്ടിത്തെറിയുണ്ടായത്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്നും അനഘയും കൊച്ചിയിൽ നിന്നും നിഷയും അഴീക്കൽ ഫോർട്ട് ഓഫീസിന് മുന്നിൽ നിന്നും മിഥുൻ പിള്ളയും ചേരുകയാണ്. ആദ്യം അനഘയിലേക്ക്. അനഘ, ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള, തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് ഊർജിതമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം കപ്പൽ മുങ്ങാതിരിക്കാനുള്ള ശ്രമം തന്നെയാണോ നടന്നുകൊണ്ടിരിക്കുന്നതും? ഏറ്റവും ഒടുവിൽ ഈ കപ്പലിലെ ജീവനക്കാരെ തിരികെ തീരത്തേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? കാണാതായവരിൽ 2 പേർ തായ്വാൻ പൗരന്മാരാണ് എന്ന് ഈ കോസ്റ്റ് ഗാർഡ് അധികൃതർ സ്ഥിരീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ഇവർക്കായിട്ടുള്ള ഒരു തിരച്ചിൽ ഇപ്പോഴും നടന്നു കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണാതായ ഒരു പൗരൻ, അത് ഇന്തോനേഷ്യൻ പൗരന്മാരും മറ്റൊന്ന് മ്യാൻമാർ പൗരനുമാണ് എന്നതാണ്. ഈ 5 പേരിൽ പരിക്കേറ്റവർ 5 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അതായത് പൊള്ളലേറ്റിട്ടുണ്ട്. ഈ ക്യാപ്റ്റൻ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ്. 18 പേരാണ് ഇപ്പോൾ കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇവരെ രക്ഷപ്പെടുത്തി അതിനുശേഷം ഇവരെ ഉടൻ തന്നെ ഈ തുറമുഖത്തേക്ക്, അതായത് ബേപ്പൂർ തുറമുഖത്തേക്കോ അല്ലെങ്കിൽ മംഗലാപുരം തുറമുഖത്തേക്കോ കൊണ്ടുവരാനുള്ള ഒരു തീരുമാനമാണ് അധികൃതർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇവരെ ഈ കപ്പലിൽ നിന്ന് തീപിടുത്തമുണ്ടായ ആ സമയത്ത് തന്നെ ഈ ക്യാപ്റ്റൻ അടക്കം ഈ കപ്പലിൽ കപ്പലിന്റെ ഡക്കിൽ നിന്ന് ഉഗ്രസ്ഫോടനം ഉണ്ടാവുകയായിരുന്നു. അതായത് 9:30 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. ആ സമയത്ത് തന്നെ ഈ വിവരം ഈ ബേപ്പൂർ പോർട്ട് ഓഫീസർക്കും അത് ബേപ്പൂർ തുറമുഖ അധികൃതർക്കൊക്കെ തന്നെ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ സമയത്ത് തന്നെ ഈ ബേപ്പൂരിൽ നിന്ന് അനഘോപ്പത്തിന്റെ അല്പസമയം മുമ്പ് മന്ത്രി വി എൻ വാസവൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് 40ഓളം ജീവനക്കാർ കപ്പലിൽ ഉണ്ടായിരുന്നു എന്നാണ്. എന്നാൽ ബേപ്പൂർ പോർട്ട് ഓഫീസർ വ്യക്തമാക്കിയത് 18ഓളം പേർ എന്ന രീതിയിൽ, അല്ലെങ്കിൽ 20ലധികം പേർ എന്ന രീതിയിൽ. അതായത് ഒരു വ്യക്തത ഇക്കാര്യത്തിൽ ഇനിയും വരാനുണ്ട് എന്ന് വേണോ മനസ്സിലാക്കാൻ? അതായത് ആദ്യഘട്ടത്തിൽ ഈ പുറത്തു വന്ന വിവരം ഈ കപ്പലിൽ 40 പേര് ഉണ്ട് എന്നതായിരുന്നു. ഒരു സ്ഥിരീകരിക്കാത്ത വിവരമായിരുന്നു വന്നിരുന്നത്. അതിനുശേഷം ഈ പോർട്ട് ഓഫീസർ ഒക്കെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ 22 പേരാണ് ഈ കപ്പലിൽ ഉള്ളത് എന്നതാണ്. അതിൽ ക്യാപ്റ്റൻ അടക്കമുള്ള 18 പേർ ഈ കപ്പലിൽ നിന്ന് തീപിടുത്തം ഉണ്ടായ സമയത്ത് ഈ കടലിലേക്ക് എടുത്തു ചാടുകയും ഉടൻ തന്നെ ഈ MV മറൈൻ കണ്ടെയ്നർ ഷിപ്പ് ഉപയോഗിച്ച് അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. അതിനുശേഷം ഈ രക്ഷപ്പെടുത്തിയ 18 പേരെയും ഈ നേവിയുടെ ഈ കോസ്റ്റ് ഗാർഡിന്റെ കപ്പലിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. ഈ ആദ്യഘട്ടത്തിൽ ഇത്രയധികം കാലതാമസം എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നത് ഈ കാണാതായിട്ടുള്ള ഈ ഇന്തോനേഷ്യൻ പൗരനെയും അല്ലെങ്കിൽ മ്യാൻമാർ പൗരനുമായിട്ടുള്ളൊരു അന്വേഷണം, അവർക്കായിട്ടുള്ളൊരു തിരച്ചിൽ നടത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ കാലതാമസം എടുക്കുന്നത് എന്ന് കൂടിയാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ 4 പേർക്കായിട്ടുള്ള ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട്. അതിനൊക്കെ ഉപരി ഈ കപ്പലിലെ തീ അണയ്ക്കാനുള്ള ഒരു ഊർജിത ശ്രമമാണ് ഈ 5 കോസ്റ്റ് ഗാർഡിന്റെ 5 കപ്പലുകൾ ആ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇവർ ഊർജിത ശ്രമം തന്നെ നടത്തുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 9:30 ഈ അപകടം ഉണ്ടാകുന്നത്. അതിനുശേഷം മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായി കഴിഞ്ഞിട്ടുണ്ട്. 11:30 കൂടി രക്ഷാപ്രവർത്തനവും തീയണയ്ക്കാനുള്ള ശ്രമവും നടക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ കപ്പൽ അവിടെ നിന്ന് ചലിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം കുറച്ചുകൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ കപ്പലിന്റെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണവും പോയി കഴിഞ്ഞു. കപ്പലിനകത്തുള്ള വസ്തുക്കൾ അത് സ്ഫോടന ശബ്ദത്തോടെ കൂടി കത്തുന്നുണ്ട്. കപ്പലിനകത്തു നിന്ന് വലിയ രീതിയിൽ പുക ഉയരുന്നുണ്ട്. ഈ കപ്പൽ കടലിനകത്ത് ആടി ഉലയുക, അതായത് നിയന്ത്രണമില്ലാതെ പല ഭാഗത്തേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും ഒടുവിൽ പ്രാഥമികമായ അധികൃതർ നോക്കുന്നത് ഈ കപ്പൽ ഒരു ഘട്ടത്തിൽ പോലും കടലിനടിയിലേക്ക് മുങ്ങിപ്പോവരുത് എന്നതാണ്. അതിനുള്ള ഒരു
നീക്കമാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ അവർ ആദ്യം തുടരുക. സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കപ്പൽ മുങ്ങാതിരിക്കാനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോൾ ഊർജിതമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതിനൊപ്പം കപ്പലിലെ തീ അണയ്ക്കാനുള്ള ശ്രമവും നാവിയും കോസ്റ്റ് ഗാർഡും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഐസൻ ജോസ് കൂടി ചേരുകയാണ്. ഐസൻ, കൊച്ചി തീരത്ത് അല്ലെങ്കിൽ കൊച്ചിയിൽ ഈ അറബിക്കടലിൽ കപ്പൽ മുങ്ങി വളരെ ഭീതിജനകമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ടെയ്നറുകളൊക്കെയും പല ഭാഗങ്ങളിൽ നിന്നാണ്, ആലപ്പുഴയിൽ നിന്നും കൊല്ലത്തു നിന്നുമാണ്, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ തീരങ്ങളിൽ നിന്നാണ് കണ്ടെടുത്തത്. അത് നിർവീര്യമാക്കുന്ന പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ബേപ്പൂർ തീരത്തും ആഴക്കടലിൽ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. കണ്ടെയ്നറുകൾ 50ഓളം കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ അത്തരത്തിൽ ഇപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എത്ര പേരുണ്ട്, എത്ര കണ്ടെയ്നറുകളുണ്ട് എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. കാരണം ഇനിയും അതിന് മണിക്കൂറുകൾ എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും കണ്ടെയ്നറുകൾ ഉള്ളത് അപകടകരമായ വസ്തുക്കളാണ് അല്ലെങ്കിൽ ആയിരിക്കാം എന്നുള്ള ഒരു സൂചനകളും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ഐസൻ? സുരേഷ്, തീർച്ചയായും ഇപ്പോൾ ഈ അപകടകരമായ ചില കെമിക്കലുകൾ, അപകടകരമായ ചില രാസവസ്തുക്കളുള്ള ഒരു കാറ്റഗറിയിലുള്ള രാസവസ്തുക്കളുടെ കാറ്റഗറിയിൽപ്പെടുന്ന ചില കണ്ടെയ്നറുകളും അതുപോലെ തന്നെ കാറ്റഗറി 3യിൽ പെടുന്ന, അതായത് ലിക്വിഡുകൾ, അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങളും അതുപോലെ തന്നെ കാറ്റഗറി 6ൽ പെടുന്ന ടോക്സിക്കായ, അതായത് വിഷാംശമുള്ളതും അതുപോലെ തന്നെ രോഗബാധ സാധ്യതയുള്ളതുമായ വസ്തുക്കളുള്ള കണ്ടെയ്നറുകളുണ്ട് എന്ന സൂചനയാണ് പുറത്തു വരുന്നത്. ഇതിൽ ക്ലാസ് 3 എന്നത് ഏതാണ്ട് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് തീപിടിക്കാൻ സാധ്യതയുള്ള ദ്രാവകങ്ങൾ എന്ന രീതിയിൽ ഉൾപ്പെടുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള വസ്തുക്കളായിരിക്കാം കണ്ടെയ്നറിൽ ഉണ്ടാവുക എന്ന സൂചന ലഭ്യമായിട്ടുണ്ട്. അത്തരത്തിലുള്ള ചില സൈൻസ് ഒക്കെ ലഭ്യമായതായി പ്രാഥമിക നിരീക്ഷണത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 20ഓളം കണ്ടെയ്നറുകളാണ് വെള്ളത്തിൽ വീണിട്ടുള്ളത്. ഈ വീണ കണ്ടെയ്നറുകൾ സ്വാഭാവികമായും അത് തിരയടിച്ച് തീരത്തെത്താനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഒരു പക്ഷേ അത് വലിയ ഭാരമുള്ള കണ്ടെയ്നറുകളാണെങ്കിൽ അത് അവിടെ തന്നെ താഴ്ന്നു പോകാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല. അതിൽ വെള്ളം കയറാനും അത് താഴ്ന്നു പോകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അങ്ങനെയെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന വസ്തുക്കൾ പുറത്തു വരികയും ആ പുറത്തു വരുന്ന വസ്തുക്കൾ ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ടോ എന്നത് സംബന്ധിച്ച പരീക്ഷണങ്ങളെല്ലാം തന്നെ നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ അതിന് ഏകദേശം ആ തീരത്തിന്, അതായത് ഈ തിര അടിക്കുന്ന, അതായത് ഇപ്പോൾ ഈ നിൽക്കുന്ന 75ഓളം കിലോമീറ്റർ ദൂരെയാണ് കപ്പലുള്ളത്. സാങ്കേതികമായി 75 കിലോമീറ്റർ ദൂരെയാണ് കപ്പലുള്ളത്. അത്തരത്തിൽ 75 കിലോമീറ്റർ ദൂരെ നിന്നും അതിൻ്റെ ഒഴുക്കും, അതായത് കടലിലെ ഒഴുക്കിൻ്റെ ആ ഒരു സ്വഭാവവും പരിശോധിച്ച് ഏത് തീരത്തേക്കാണ് കൂടുതലും ആ പ്രദേശത്ത് നിന്ന് ഒഴുക്ക് ശക്തമായി ഉണ്ടാകുന്നത്, ആ മേഖലകളെ കേന്ദ്രീകരിച്ച് വെള്ളത്തിൻ്റെ സാമ്പിളുകൾ എടുത്ത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡെല്ലാം തന്നെ പരിശോധന നടത്തുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പരിശോധനയിൽ എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുകയാണെങ്കിൽ തീരത്തെ ജാഗ്രത പുലർത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടി വരും. അത് തീരവുമായി ബന്ധപ്പെട്ട് നേരത്തെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ തീരവുമായി ബന്ധപ്പെട്ടുള്ള സുരക്ഷ ഒരുക്കുന്നതിനെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ കാര്യങ്ങൾ നീങ്ങേണ്ടി വരും. നിലവിലെ സാഹചര്യങ്ങളിൽ നമുക്ക് ദൃശ്യങ്ങളിലെല്ലാം കാണുന്നത് ഈ പ്രദേശത്തേക്ക് അടിയന്തരമായി വിവരം ലഭിച്ചപ്പോൾ എത്തിക്കൊണ്ടിരുന്ന കപ്പലുകൾ, വിമാനങ്ങളിൽ നിന്ന് പകർത്തിയ ദൃശ്യങ്ങളാണ്. ഡോണിയർ വിമാനമൊക്കെ പോയതായി അപ്പോൾ തന്നെ വിവരങ്ങൾ ലഭ്യമായിരുന്നു. 5 മണിയോടുകൂടി നാവികസേനയുടെ കപ്പൽ അവിടെ എത്തുമെന്ന ഒരു സൂചനയാണ് കോസ്റ്റ് ഗാർഡ് നൽകിയിരുന്നത്. ഒരു പക്ഷേ കപ്പൽ അതിൻ്റെ പരിസരത്ത് എത്തിയിരിക്കാം, നാവികസേന കപ്പൽ അതിൻ്റെ പരിസരത്ത് എത്തിയിരിക്കാം. ഒരു പക്ഷേ ഇത്തരത്തിലുള്ള തീപിടിക്കാൻ സാധ്യതയുള്ള ഘടകങ്ങൾ വെള്ളം വീണാൽ വീണ്ടും കത്തിപ്പടരുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത്തരം കെമിക്കലുകളിൽ വെള്ളം ഉപയോഗിച്ചുള്ള തീ അണയ്ക്കുന്നതിനുള്ള നീക്കങ്ങൾ പ്രായോഗികമല്ല. അങ്ങനെയെങ്കിൽ ആ രീതിയിലുള്ള സൗകര്യങ്ങൾ നോക്കേണ്ടി വരും. മാത്രമല്ല അതിനനുസരിച്ച് അത് ആ കടലിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ പരിശോധിക്കേണ്ടി വരും. പ്രായോഗികമായി ഈ തീ അണയ്ക്കേണ്ടതും അതുപോലെ തന്നെ എല്ലാവരെയും സുരക്ഷിതരാക്കേണ്ടതും ഇപ്പോൾ കാണാതായി പോയി എന്ന് കരുതുന്നവരെയൊക്കെ തിരിച്ചെത്തിക്കേണ്ടത്, കണ്ടെത്തേണ്ടത് ഉത്തരവാദിത്തം. അത്തരത്തിൽ നിരവധിയായ ദൗത്യങ്ങളുണ്ട്, ജീവൻ രക്ഷാ ദൗത്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പാരിസ്ഥിതിക സുരക്ഷ ഉറപ്പാക്കേണ്ടതുണ്ട്. വീണ്ടും അത് വലിയ ആഘാതങ്ങൾ സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല ഈ കപ്പൽ സഞ്ചരിക്കുന്ന ഒരു വേളയിൽ തന്നെ, അതായത് ഇന്ന് രാവിലെ തീപിടുത്തം ഉണ്ടാകുമ്പോൾ അത് ഒരു അലർട്ടഡ് ഏരിയ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ബേപ്പൂർ പോർട്ടൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പരിസരങ്ങളിലെല്ലാം തന്നെ ബേപ്പൂർ പോർട്ടിൽ നിന്നെല്ലാം തന്നെ മീൻപിടുത്ത ബോട്ടുകൾ പുറപ്പെട്ടിരിക്കാം. ഇത്രയും ദൂരത്തേക്ക് മീൻപിടുത്ത ബോട്ടുകൾ എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്, വിരളമാണ്. എങ്കിൽ കൂടി ഒരുപക്ഷെ അത്തരം മേഖലകളിൽ മത്സ്യബന്ധനം നടത്തുന്ന ദിവസങ്ങൾ സഞ്ചരിക്കുന്ന ബോട്ടുകൾ എങ്ങാനും ആ പരിസരത്തുണ്ടെങ്കിൽ അവയെ തിരിച്ചുവിടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സുരക്ഷ കൃത്യമായി ഒരുക്കുന്നതിന് നിരവധിയായ നടപടികൾ ഉണ്ടാകേണ്ടതുണ്ട്. മാത്രമല്ല തീരത്ത് ഇതൊക്കെ അടിയുകയാണെങ്കിൽ അത് മത്സ്യബന്ധനത്തെ ബാധിക്കുന്ന വിഷയങ്ങളുണ്ടാവും. നമുക്കറിയാവുന്നതാണ് നേരത്തെ ഉണ്ടായ കപ്പലപകടവുമായി
തീരവുമായി ബന്ധപ്പെട്ട് കടലിൽ പോകുന്നവരോട് ജാഗ്രത പുലർത്താനും അല്ലെങ്കിൽ കടലിൽ നിന്ന് തിരയടിച്ചു വരുന്ന കണ്ടെയ്നറുകളുടെ അടുത്തേക്ക് പോകുമ്പോൾ സുരക്ഷിതരായിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന നിർദ്ദേശമെല്ലാം നൽകിയിരുന്നു. അതിനെല്ലാം തന്നെ കസ്റ്റംസിൻ്റെയും അതുപോലെ തന്നെ അനുബന്ധ സംവിധാനങ്ങളുടെയും ഭാഗമായി എന്താണ് ഈ കണ്ടെയ്നറുകളിൽ ഉള്ളത്, കണ്ടെയ്നറുകളുടെ ചരക്ക് എന്താണ് എന്ന് കൃത്യമായി കണ്ടെത്തേണ്ടതുണ്ട്. ആ കണ്ടെത്തിയതിന് ശേഷം മാത്രമേ തുടർന്നുള്ള നടപടികൾ ഏത് രീതിയിലാണ് തീ അണയ്ക്കേണ്ടത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ കൃത്യമായി മനസ്സിലാക്കിയതിന് ശേഷം ഏതൊക്കെ വസ്തുക്കളാണ്, ഏതൊക്കെ രാസവസ്തുക്കളാണ്, പദാർത്ഥങ്ങളാണ് ഉള്ളത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു സന്ദേഹം നിലനിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട പരിശോധനകളും നടപടികളും ഇനി വരും മണിക്കൂറുകളിൽ അനിവാര്യവുമാണ്.